ഗുജറാത്തി വിഭവങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നാണ് ധോക്ല. പ്രഭാത ഭക്ഷണമായോ അല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ നമുക്ക് ഈ വിഭവം കഴിക്കാനായിട്ട് സാധിക്കും. വളരെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഡിഷ് നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. ധോക്ല തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: 1 കപ്പ് കുതിരവാലി അഥവാ കവടപ്പുല്ലുതിന, 1/4 കപ്പ് സാബുദാന പൊടി, 1 ടീസ്പൂൺ ഇന്ദുപ്പ്, 1/2 ഗ്ലാസ് വെള്ളം, 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ്, 1 ടീസ്പൂൺ അരിഞ്ഞ മല്ലിയില, 1/4 ടീസ്പൂൺ സോഡ, പകുതി നാരങ്ങയുടെ നീര്, അലങ്കരിക്കാനായിട്ട് അരിഞ്ഞ പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കവടപ്പുല്ലുതിന, സാബുദാന പൊടി, തൈര്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. രണ്ട് 3 മിനിറ്റിന് ശേഷം അല്പം വെള്ളം ചേർത്ത് എല്ലാ ചേരുവകളും വീണ്ടും നന്നായി ഇളക്കണം. ഇനി പാത്രത്തിലെ മറ്റ് ചേരുവകൾക്കൊപ്പം പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് മാറ്റിവെക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക. അതിൽ എണ്ണ ചേർത്ത് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് എടുക്കുക. നേരത്തെ ചേർത്ത വെള്ളം മാവിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുമ്പോൾ വരണ്ടതായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം നാരങ്ങാ നീര് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റ് എടുക്കുക. ഈ പ്ലേറ്റിലേക്ക് മാവ് തുല്യമായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്ത് ചൂടാക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് മാവിട്ട് വെച്ച പാത്രം വെക്കുക. എന്നിട്ട് നമുക്ക് ലിഡ് അടച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റിലധികം നീരാവി കയറാനായിട്ട് അനുവദിക്കണം. ഇതിനിടയിൽ ഒരു പാൻ എടുത്ത് അല്പം എണ്ണ ചേർത്ത് ചൂടാക്കാം. ഈ എണ്ണയിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റുക. ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ ധോക്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ആകൃതിയിൽ മുറിക്കുക. ഇവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് വഴറ്റിയ പച്ചമുളകും അതുപോലെ തന്നെ ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും മല്ലിയില ഉപയോഗിച്ച് അലങ്കരിക്കാം. നമ്മുടെ ധോക്ല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂട് ചട്നി ഉപയോഗിച്ച് ഈ വിഭവം ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളും ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.